മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ പിന്തുണയിൽ വളർന്നു വന്ന ഒരു ആഗോള ബ്രാൻഡായ ഒരു സംരംഭമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യം ബലികഴിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് ഇന്ത്യൻ ജനതയ്ക്ക് അംഗീകരിക്കാൻ പറ്റുക? കാരണം അത് അംഗീകരിച്ചുള്ള ശീലം നമുക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സൈനികരെ മോശമായി ചിത്രീകരിച്ച ഒരു ഇൻഫ്ലുവൻസറെയാണ് അവരുടെ പ്രൊമോഷന് വേണ്ടി വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം തേർഡ് പാർട്ടി വഴിയാണ് ഞങ്ങൾ അവരെ വിളിച്ചത്, ഞങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ല, അവരുമായുള്ള കോൺട്രാക്റ്റ് ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്തു, ഇനി അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്താണെങ്കിലും അവരൊരു അപ്പോളജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അപ്പോളജി വന്നിട്ടുണ്ടെങ്കിൽ ഇത് അവസാനിക്കും. പക്ഷേ അവർ വീണ്ടും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ഒരു ക്യാമ്പയിനിങ് ഇപ്പോൾ നടക്കുന്നത്, മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനെതിരെ നടക്കുന്ന ക്യാമ്പയിനിങ് അവർ തന്നെ വരുത്തി വെച്ച സംഭവം തന്നെയാണ്. കാരണം അവരിപ്പോഴും കറക്റ്റ് ചെയ്യാൻ തയ്യാറല്ല. കാരണം അവർക്ക് അവരുടെ ബിസിനസ് മാത്രമാണ് പ്രധാനം എന്ന് നമുക്ക് ഊഹിക്കേണ്ടി വരും. അല്ലാതെ അവർ രാജ്യ താല്പര്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു ജ്വല്ലറി ഗ്രൂപ്പല്ല എന്ന് പറയേണ്ടി വരും. അതാണിപ്പോൾ നിലവിലെ സാഹചര്യം.